ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്നത്തേത് ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള ലേസ് വെച്ചിട്ടാണ് ഹെയർ ബാൻഡ് ചെയ്യുന്നത്. ഇത് അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലേസാണ് കേട്ടോ. നെറ്റ് പോലാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മൾ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലേസാണ്. നമുക്ക് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാം, അതുപോലെ ക്ലിപ്പുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു നെറ്റാണ് കേട്ടോ. പിന്നെ നമ്മളിത് മെറ്റൽ ഹെയർ ബാൻഡിലാണ് കണക്ട് ചെയ്ത് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിനിഷ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാവുന്ന, എന്നാൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടില്ല, ഒരുപാട് കോസ്റ്റ് വരുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. അങ്ങനെ കോസ്റ്റ് കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ അത്യാവശ്യം റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിലിപ്പം നമ്മൾ ആ ഒരു നെറ്റ് ചെയ്യാനായിട്ട് താഴെ ഒട്ടിക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻഡ് ടേപ്പാണ്. അപ്പോൾ എൻഡ് ടേപ്പും ഇതുപോലുള്ള നെറ്റൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടേപ്പും അതുപോലെ ഇതുപോലത്തെ ലേസൊക്കെ വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം ആ ഒരു ലേസിന്ന് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് നോക്കി ലെങ്ത്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലേസ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ലേസ് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സെൻറ്റർ ഭാഗം വരണം ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ നമ്മളിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത സ്ഥലത്തേക്ക് വരേണ്ടത് അതിൻ്റെ സെൻറ്റർ ഭാഗമായിരിക്കണം കേട്ടോ ലേസിൻ്റെ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോഴാണ് അത് കാണാനൊരു ഭംഗി ഉണ്ടാവുക. കണ്ടില്ലേ, ഇതുപോലെ ഞാനതിൻ്റെ ഫുൾ പോർഷനും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 7000 യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി സമയം എടുക്കും കേട്ടോ ഒട്ടി വരാനായിട്ട്. കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിക്കുക, അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗോൾഡൻ നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, മെറ്റൽ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു ഭാഗം കാണുന്നത് കൊണ്ട് എനിക്ക് എന്തോ ഒരു അഭംഗിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സിൽവർ കളറിലെ സ്റ്റോൺ ചെയിനാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതാണ് ഒട്ടിക്കുന്നത്. എന്നിട്ടിപ്പോൾ നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത അതേ സ്ഥലത്ത് തന്നെ നെറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുക കേട്ടോ. അത് ഇതുപോലെ വേണം ഒട്ടിച്ചെടുക്കാൻ. കറക്റ്റായിട്ട് നേരെ തന്നെ വരണമെന്ന് മാത്രം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ലാസ്റ്റ് വരെ ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു എൻഡ് ടേപ്പ് ലാസ്റ്റ് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കാൻ. ഫുള്ളായിട്ട് അറ്റം വരെ ഒട്ടിക്കരുത്, കുറച്ച് ഭാഗം ഒരു 2-3 സെൻറ്റിമീറ്റർ മാത്രം വിട്ടും മതി. അത്രയും വിട്ടിട്ട് ബാക്കിയുള്ള സ്പേസിൽ വേണം നമുക്ക് എന്നാ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി ഞാൻ എൻ്റെ ടേപ്പിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ സ്റ്റിക്കർ നമുക്ക് പതുക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ലേസിൻ്റെ ഏറ്റവും താഴെ ഭാഗം നമ്മളൊന്ന് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കണം കേട്ടോ. ഇങ്ങനെ ചുരുക്കി പിടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നന്നായിട്ട് വരുള്ളൂ. ചുരുക്കി പിടിച്ചിട്ട് നമുക്ക് ആ ടേപ്പ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റുമ്പോൾ ആദ്യം ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ചുറ്റാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ 2 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ള ടിയാര ഫ്ലവേഴ്സാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് കളറിൽ. ഞാൻ 5 ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. 5 ഫ്ലവേഴ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കായിട്ട്, അതായത് ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട്. ഹാഫ് ബീഡ് ഇതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഹാഫ് ബീഡ് ഒരു സിൽവർ ബീഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈഡിലും മാറി ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെയുള്ള ചെറിയ ബീഡ്, അതായത് 3mm വൈറ്റ് കളർ ബീഡ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്ക് വന്നു. പിന്നെ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലുള്ള ബട്ടർഫ്ലൈസ് നമ്മൾ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ കോസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലേസ് ഏതാണ്ട് നമുക്കൊരു 40 സെൻറ്റിമീറ്റർ, ഒരു 38-40 അത്രയും ലെങ്ത്ത് വരുന്ന 38 സെൻറ്റിമീറ്റർ ടു 40 സെൻറ്റിമീറ്റർ. അത് നമ്മളെ ടേപ്പിൻ്റെ വീതി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ എനിക്കിപ്പോൾ ഏതാണ്ട് അത്രയും ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മീറ്ററിന് 25 രൂപയാണ് റേറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ 40 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 10 രൂപ അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ സ്റ്റോൺ ചെയിൻ 10 രൂപ. പിന്നെ വരുന്നത് നമ്മുടെ ലേസാണ്. അപ്പോൾ ലേസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 മീറ്ററിന് 15 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. ആ 1 മീറ്റർ ലെങ്ത്ത് വെച്ച് നമുക്ക് 2 ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് പറ്റും കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് അലിഗേറ്ററൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് ആവുമൊന്നുമില്ല. പിന്നെ 2 മീറ്ററൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 5 ഹെയർ ബാൻഡൊക്കെ ചെയ്യാനുള്ളത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താ 15 രൂപ എന്നുള്ള ഒരു കണക്ക് എടുക്കുകയാണെങ്കിലും ഒരു 6 രൂപയെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിനുള്ള ലേസിനാവുള്ളൂ. ഞാനിപ്പോൾ ഒരു 6 രൂപയാണ് കൂട്ടുന്നത്. നമ്മൾ ലേസിന് പറഞ്ഞത് 6 രൂപ, സ്റ്റോൺ ചെയിൻ 10 രൂപ. പിന്നെ അതിനകത്ത് നമുക്ക് വരുന്നത് എൻഡ് ടേപ്പാണ്. എൻഡ് ടേപ്പിൻ്റെ ചെറിയ 2 പോർഷൻസാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 35 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് വരുള്ളൂ. അത്രയും കൂടെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ നമുക്കിത് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മതി. ഇതൊന്ന് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 45-50 രൂപ മിനിമം നമുക്കിതിന് വാങ്ങിക്കാൻ പറ്റും. മിനിമമാണ് ഞാൻ പറയുന്നത്. ഓരോ ഏരിയ അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ റേറ്റിൽ വ്യത്യാസം വരാം. എന്നാലും ഏറ്റവും കുറഞ്ഞൊരു റേറ്റാണ് ഞാൻ പറയുന്നത് 45-50 രൂപ എന്നുള്ളത്. അപ്പോൾ ഒരു 50 രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്താൽ പോലും 15 രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. വളരെ ഈസി ആയിട്ട് ഒരുപാട് സമയമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.